മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി മേഘനോട് ഇങ്ങനെ പറയുകയാണ്, ഞാനേ വേണം പറഞ്ഞിട്ട് തന്നെയാണ് അവൻ അവിടെ നിന്നും പറപ്പിച്ചത്. അവൻ ഒരിക്കലും അങ്ങനെ ജോലി എടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് അവൻ സുഖമായി ജീവിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. മഞ്ജു ഇപ്പോൾ സെയിൽസ് ഗേൾസായിട്ട് ജോലി ചെയ്യണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, എടാ ഇന്നത്തോടു കൂടി അവളുടെ ജോലി ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഇപ്പോൾ പോകുന്നത് നേരെ അവളുടെ സെയിൽസ് ഗേൾസായി നിൽക്കുന്ന ആ കടയിലേക്കാണ്, ഞാൻ എപ്പോഴും പോകുന്ന കടയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ നേരെ കടയിലേക്ക് പോവുകയാണ്. അതേസമയം മഞ്ജുവിൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അശ്വതി എന്ന് പറയുന്ന കൂട്ടുകാരി. ആ അശ്വതിയാണ് മഞ്ജുവിന് അവിടെ ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തത്. അതേപോലെ മേഘനെ കാണുമ്പോൾ തന്നെ അശ്വതിയോട് മഞ്ജു പറയുന്നുണ്ട്, അയ്യോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ അശ്വതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. മേഘൻ്റെ കൂടെ കല്യാണം കഴിച്ചതും ഒഴിവാക്കിയതും മേഘൻ്റെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് അശ്വതി മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിക്കാതെ, ചിലപ്പോൾ അയാൾ എപ്പോഴും ഇവിടെ തുണിയെടുക്കാൻ വരാറുള്ളതാണ്, അങ്ങനെ വന്നതാണെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം മാറി നിന്നാലോ? നീ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴായാലും നിന്നെ തേടി വരും എന്നിങ്ങനെ പറയുകയാണ്. ഇനി ഇങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും അയാൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല അശ്വതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മേഘൻ ഇങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്, ഇടി എന്നിങ്ങനെ വിളിക്കുകയാണ്. അത് കേട്ടത് മഞ്ജുവിനാകെ എന്താ പറയുക, അത്രയും ചമ്മലാവണം കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ മഞ്ജുവിനേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതേസമയം അശ്വതി പറയുന്നുണ്ട്, എന്താ സാറേ, സാർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാബിനിലോട്ട് വരൂ, ഞാൻ എടുത്തു തരാമെന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു ഒന്നും പറയുന്നില്ല കേട്ടോ. അതേസമയം മേഘൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട, കാരണം ഇവളിവിടെ നിൽക്കണം, ഇവിടെ ആര് വരും തുണിക്ക്, എല്ലാവരും ഇങ്ങോട്ട് വരും, ഇവളോടൊരു കാര്യം പറയാനുണ്ട്, ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞു തരാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം എല്ലാവരും കൂടി വരികയാണ്. മഞ്ജു ആകെ നിന്ന് ഉരുകുകയാണ്. മഞ്ജുവിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മഞ്ജു ഇപ്പോൾ വേറൊരു കടയിൽ ജോലിക്ക് വന്നിരിക്കുകയാണ്. അത് കാരണം മഞ്ജുവിനൊന്നും പറയാൻ പറ്റില്ല. മേഘനാഥനാണെങ്കിൽ ഒരു കസ്റ്റമറും മഞ്ജുവിനെ അവിടെ നിർത്തിക്കൊണ്ട് അവരെല്ലാവരോടും വിളിച്ചിട്ട് പറയണേ, ഇവളെ ആരാണെന്നറിയോ, ഇവളെൻ്റെ മുറപ്പെണ്ണായിരുന്നു, കുഞ്ഞുനാളിൽ മുതൽ തന്നെ ഇവളെന്നെ പ്രേമിച്ച് എന്നെ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാരൻ ഒരു സാഗർ പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ്റെ കൂടെ പോയതാണ്. അത്രയും മോശപ്പെട്ട സ്ത്രീയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടന്മാരെയോ നിങ്ങളുടെ സഹോദരന്മാരെയോ ഇവിടെ ജോലി നിൽക്കുന്നവരെയോ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവൾ വളച്ചെടുത്തിട്ട് പോകും. അത്രയും മോശപ്പെട്ട സ്ത്രീയാണ് ഇവൾ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. മഞ്ജു ആകെ ഭൂമിയോളം താണു പോവുകയാണ്. പിന്നീട് അവൻ നേരെ മാനേജർ ക്യാബിനിലേക്ക് പോവുകയാണ് കേട്ടോ. മഞ്ജുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മഞ്ജുവിൻ്റെ ജോലി ഏതായാലും അവസാനിച്ചു. അശ്വതി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കണ്ട, അവൻ്റെ സ്വഭാവം അറിയല്ലോ എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി, അവൻ പോയിരിക്കുന്നത് മാനേജറുടെ അടുത്ത് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എൻ്റെ പണിയുടെ കാര്യം എന്തായാലും തീരുമാനമായി. പക്ഷേ ഇവൻ ഒരിക്കലും എന്നെ ജീവിക്കാൻ വിടില്ല, അതുകൊണ്ട് എനിക്ക് ഇവൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അതേസമയം മേഘനാഥൻ മാനേജറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയണം. ഇതേ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറയണം കേട്ടോ. അയ്യോ എനിക്കിങ്ങനെയാണ് ഈ പെൺകുട്ടിയെ എന്നറിയില്ലായിരുന്നു, എങ്കിൽ ഞാൻ നിർത്തില്ലായിരുന്നു എന്നിങ്ങനെ മേഘനാഥനോട് പറയണം. മേഘനാഥൻ എന്നിട്ട് സന്തോഷത്തോടു കൂടി മാനേജറുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി ചോളം അടിച്ചൊരു പാട്ടും പാടിയിട്ട് പോവുകയാണ് കേട്ടോ. മഞ്ജു എന്ത് ചെയ്യണമെന്ന് ഒരു തരത്തിലും അറിയില്ല. അതേസമയം എന്തായാലും മഞ്ജുവിന് അവിടുത്തെ പണി കഴിഞ്ഞു. അശ്വതി മഞ്ജുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് നേരെ പോകുന്നത് ഉണ്ണിയുടെ അടുത്താണ്. ഉണ്ണിയുടെ അടുത്തിട്ട് പറയും, എടാ ഉണ്ണി, ഞാൻ ഇന്ന് അവളുടെ തുണിക്കടയിൽ പോയി അവൾക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഉണ്ണി മേഘനാഥൻ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ച് ചിരിക്കുകയാണ്. അവർ രണ്ടുപേരുടെ പണി പോയി. അവസാനം സാഗറിന് ഒരു നിൽക്കക്കള്ളി ഇല്ലാതാവുമ്പോൾ മഞ്ജു തിരിച്ച് മേഘേട്ടൻ്റെ കാൽച്ചുവട്ടിലെത്തും. അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞ് അവർ ആർത്തുല്ലസിച്ച് ചിരിക്കും.